നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷയം മോഡലിംഗ് എന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം നൽകി ദുബായിൽ വിളിച്ചു വരുത്തി സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെടുത്തി മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗവും പീഡനവും നടത്തിയ ശേഷം അതിന്റെ കൂടെ തന്നെ ഇവർ വീഡിയോ ചിത്രീകരിക്കും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ വീഡിയോയും ഈ ചിത്രവും എല്ലാം കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കയ്യിലുള്ള പൈസ എല്ലാം തട്ടിയെടുത്ത ശേഷം ഇവർ നാട്ടിലേക്ക് പറഞ്ഞു വിടും. ആ പറഞ്ഞു വിടുന്ന സമയത്തും എയർപോർട്ടിലേക്ക് കടത്തി വിടുമ്പോൾ ഇവർ ബാഗിന്റെ ഉള്ളിൽ മയക്കുമരുന്നും അതേപോലെ ലഹരി വസ്തുക്കളെല്ലാം ബാഗിൽ കുത്തി നിറയ്ക്കും. അത് ഒരു ഒളി ായിരിക്കും. അതൊന്നും ഇവർക്കൊന്നും അറിയിക്കുകയില്ല. ഈ അനുഭവിച്ച ഈ സ്ത്രീകൾക്കൊന്നും ഇതൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല. അവസാനം ഇവരെ എയർപോർട്ടിൽ പിടിക്കപ്പെടാൻ വേണ്ടി അവസാനം നമുക്കറിയാം, ദുബായിൽ ഇതുപോലെ മയക്കുമരുന്നും ഒക്കെ കണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ അവിടുത്തെ CIDയും പോലീസിൻ്റെ ഒക്കെ ഇടി കിട്ടി കഴിയുമ്പോൾ തന്നെ ജീവൻ പോകും. അതിൻ്റെ ആദ്യമേ തന്നെ നമുക്ക് പറയേണ്ടത്, ഇതുപോലെ ഈ വൃത്തികെട്ടുകളോടെ ഈ സെക്സ് റാക്കറ്റിൻ്റെ അതേപോലെ തന്നെ ഈ അലീന എന്ന് പറഞ്ഞ ഈ കൊടും ക്രിമിനലിൻ്റെ ഒക്കെ കീഴിൽ കെണിയിലൊക്കെ പെട്ട ഇതുപോലെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഈ എയർപോർട്ടിലെ ഇതുപോലെ എക്സൈസ് അവിടുത്തെ പിടിച്ചു കഴിയുമ്പോൾ തന്നെ അവരുടെ ഒന്നാമത്തെ ദിവസം തുടക്കത്തിലുള്ള 2 ഇടി കിട്ടി കഴിയുമ്പോൾ തന്നെ ജീവൻ പോകും. അതാണ് എനിക്കുള്ളത് പറയാനുള്ളത്. അതുപോലെ കർശനമായിട്ടുള്ള വലിയ നിയമ സംവിധാനവും അതേപോലെ കർശനമാണ് മയക്കുമരുന്ന് എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തിലെ പോലും. പക്ഷേ ദുബായിലെന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യത്തിലൊക്കെ പറഞ്ഞാൽ ഇടി കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ ജീവൻ പോകും. ഇത്തരമുള്ള വിഷയങ്ങൾ വലിയൊരു പ്രാധാന്യം കൊടുക്കണം. അത് മാധ്യമങ്ങളുടെ കയ്യിലല്ല. ഇത് കേരള പോലീസ് നല്ലവണ്ണം അന്വേഷണം ചെയ്ത് ഇത് ബാക്കിയുള്ള ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുറെ ശബ്ദ സംഭാഷണം ഈ അലീന എന്ന് പറഞ്ഞ കൊടും ക്രിമിനലിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്ക് ആ വോയിസിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇടനിലക്കാരനുമായി തുക പറഞ്ഞുറപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു കിട്ടിയത്. ആ ശബ്ദരേഖ കേട്ടിട്ടുള്ളൂ. സാഗർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അലീന ബിസി ആണോ? ഞാൻ പറഞ്ഞു ഇല്ലപ്പാ. അപ്പ പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് റഹ്മത്തിനെ കയറ്റിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കണക്ട് ചെയ്യാറുന്നില്ലേ എന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഇല്ല പറഞ്ഞോണ്ട് റഹ്മത്തിൻ്റെ ഓക്കെ ആക്കിയതാ. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 രൂപ എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. അപ്പൊ അതിനേക്കാളും ഇത്രയും നേരം ഇരുന്നുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെയാണ് തന്ന 1200 തന്നു പറഞ്ഞാൽ 1200 കൊടുക്കാം. അപ്പൊ എനിക്ക് അതിൽ നിന്ന് 20 കിട്ടും, പിന്നെ 200 എക്സ്ട്രാ ഉണ്ടല്ലോ. ചേച്ചി വിജയം വിളിച്ചോണ്ടിരിക്കുക. സാഗർ മെസ്സേജ് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നില്ല ചേച്ചി, വേറെ ടാക്സി നോക്കിട്ടാ. നിൽക്കുന്നില്ലേ, നമ്മൾ പോവാ. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ അണ്ണാക്കി തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അണ്ണാക്കി തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്.